പ്രിയ ബോബിയച്ഛൻ്റെ അമ്മച്ചി, തങ്കമ്മ ചേച്ചി, സഹോദരങ്ങളായ പ്രിയപ്പെട്ട ജോയിക്കുട്ടി, ജോളി, സജി, ഇന്ന് ഈ തിരുകർമ്മത്തിൽ നമ്മളോടൊപ്പം സഹകാർമ്മികനായിരിക്കുന്ന സലേഷ്യൻ സഭാംഗമായ പ്രിയപ്പെട്ട വിജയച്ച, പ്രിയപ്പെട്ട ജോജോ, ബോബിയച്ഛൻ്റെ സഹോദരി പ്രിയപ്പെട്ട ബിന്ദു, പ്രിയ സഹോദരി ബിന്ദുവും ബോബിയച്ഛനും തമ്മിൽ വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നെനിക്കറിയാം. അവസാന നാളുകളിൽ മറ്റെല്ലാം മറന്ന് സഹോദരന് വേണ്ടി പോയി ശുശ്രൂഷ ചെയ്ത ബിന്ദുവിനോട് ഞാൻ പ്രത്യേകം അതിരൂപതയുടെ നന്ദി അറിയിക്കുക. പ്രിയമുള്ളവരെ, ഏറെ വേദനയോടെ നാം ബോബിയച്ഛനെ യാത്രയാക്കുകയാണ്. 1974 ബോബിയച്ഛൻ ജനിച്ചത്. ബോബിയച്ഛൻ സെമിനാരിയിൽ ചേർന്നത് 1997. പട്ടം സ്വീകരിച്ചത് 2003 വെറും 6.5 വർഷമേ ബോബിയച്ഛൻ വൈദിക പരിശീലനം നടത്തിയുള്ളൂ. സാധാരണഗതിയിൽ 11-12 വർഷം എടുക്കുന്ന വൈദിക പരിശീലനം ബോബിയച്ഛൻ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി. കാരണം അച്ഛൻ അറിയാമായിരുന്നു തനിക്ക് ഈ ഭൂമിയിലുള്ള നാളുകൾ പരിമിതമാണ് എന്ന്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അച്ഛൻ എല്ലാ പരിശീലനവും പൂർത്തിയാക്കി 6.5 വർഷം കൊണ്ട് വൈദികനായിത്തീർന്നു. തൻ്റെ പൗരോഹിത്യ വഴികളിലും അച്ഛൻ അത് തന്നെയാണ് അനുവർത്തിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. 50-55 വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകളൊക്കെയും അദ്ദേഹം കേവലം 1/4 നൂറ്റാണ്ടിനുള്ളിൽ ചെയ്തു തീർത്തു എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടെ തിരിച്ചറിയുകയും, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് ഉത്തരവാദിത്വത്തോടെ പറയാൻ തക്ക വിധത്തിൽ തൻ്റെ പൗരോഹിത്യ വഴികളിലുടനീളം വിശ്വസ്തയോടെ കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട ബോബിയച്ഛൻ യാത്രയാകുമ്പോൾ മാനുഷികമായി നമുക്ക് ദുഃഖങ്ങളുണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരെ, ആ ദുഃഖത്തിന് അതീതമായി ബോബിയച്ഛൻ്റെ ശ്രേഷ്ഠമായ മഹിതമായ പൗരോഹിത്യ ജീവിതത്തെ നാം ധ്യാന വിഷയമാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബോബിയച്ഛൻ പഠിച്ചത് മംഗലാപുരം സെമിനാരിയിൽ തത്വശാസ്ത്രവും, സത്തനായിൽ സെമിനാരിയിൽ ദൈവശാസ്ത്രവും പഠിച്ചു. റീജൻസി കാലച്ഛൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരിശീലന കാലത്ത് അദ്ദേഹത്തോട് വലിയ പരിചയവും ആത്മബന്ധവും ഇവിടുത്തെ സഹവൈദികർക്കില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. സത്യനായിൽ പഠിച്ച ഏതാനും പേർക്കൊഴികെ ബോബിയച്ഛനുമായി അത്ര അടുത്ത പരിചയം പരിശീലന കാലത്തുണ്ടായിരുന്നില്ല. അച്ഛൻ ഇവിടെയായിരുന്ന ഏതാനും വർഷങ്ങൾ പുരോഹിത ശുശ്രൂഷ ചെയ്തു. തുടർന്ന് തൻ്റെ പൗരോഹിത്യ വഴികളിൽ പകുതി കാലം ജർമ്മനിയിലാണ് ശുശ്രൂഷ ചെയ്തത്. ആ അർത്ഥത്തിലും ബോബിയച്ഛനെ പലർക്കും അടുത്ത് അറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ബോബിയച്ഛനെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും മറക്കാനാവാത്ത വിധത്തിൽ ഹൃദയത്തിൽ ഇടം നേടാനുള്ള അസാധാരണമായ ആത്മബന്ധത്തിൻ്റെ ഇഴയെടുപ്പം അച്ഛൻ എല്ലാവരുമായി സൂക്ഷിച്ചിരുന്നു. തലശ്ശേരി അതിരൂപതയിലെ വൈദികരൊന്നടങ്കം ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ ആയിരിക്കുന്നതിൻ്റെ കാരണം ബോബിയച്ഛന് മനുഷ്യൻ്റെ ഹൃദയങ്ങളോട് സംവദിക്കാനുള്ള അത്ഭുതാവഹമായ കഴിവുകൊണ്ടാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ബോബിയച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പുരോഹിതർ ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ബോബിയച്ഛൻ്റെ കൂടെ ഞാൻ സന്ദേശഭവനിൽ 3 വർഷക്കാലം ജീവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ആരായിരുന്നുവെന്നും അച്ഛൻ്റെ ജീവിത വീക്ഷണങ്ങൾ എന്തായിരുന്നുവെന്നും വളരെ ഹൃദയപൂർവ്വം അടുത്തറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഞാൻ വിചാരിക്കുന്നു, ഇന്ന് നമ്മൾ ആദ്യം വായിച്ചു കേട്ട എലയാസറിൻ്റെ പുരോഹിത വസ്ത്ര സ്വീകരണത്തെക്കുറിച്ചാണ്.
അത് അഹറോന്റെ വസ്ത്രം ഊരി എലയാസറിനെ ഏൽപ്പിച്ചു. ഒരു പുരോഹിതനും എന്നേക്കുമായി നിന്നുപോകുന്ന ജീവിതത്തിൻ്റെ ഉടമകള് പുരോഹിതരിലൂടെ തുടരണം എന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഒരു പുരോഹിതന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയും നൈർമല്യവും ആ പുരോഹിതൻ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങളൊക്കെയും തുടരേണ്ടത് പ്രിയ വൈദിക സഹോദരന്മാരെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവം തന്നെ ഏൽപ്പിച്ച നീതിയുടെ നന്മയുടെ പുരോഹിത വസ്ത്രം ദൈവം അതൂരി നമ്മൾ തലശ്ശേരി അതിരൂപതയിലെ വൈദികരെ ധരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൻ്റെ നന്മയെ മനസ്സിലാക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിയും. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ബോബിയച്ചൻ എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാവിലെ സന്ദേശവൻ ചാപ്പലില് ആരാധന നടത്താൻ ഞങ്ങളെന്നും ഒരുമിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെക്കാളും പ്രാർത്ഥിക്കുന്നത് ബോബിയച്ചനായിരുന്നു. കാരണം അച്ഛൻ രാത്രി വൈകി പ്രാർത്ഥനയില് പള്ളിയിൽ പോയി ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ചിലപ്പോൾ രാത്രി 12 മണി വരെ അദ്ദേഹം ആ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിക്കാൻ പോകാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പോയപ്പോഴെല്ലാം ബോബിയച്ചൻ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അന്ന് ബോബിയച്ചന്റെ പ്രായം എന്ന് പറയുന്ന 30കളിൽ ഉള്ള ഒരു വൈദികൻ ഇത്രയും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് വളരെ വിരളമായി കാണാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബോബിയച്ചന്റെ ജീവിതത്തിന്റെ തീക്ഷ്ണമായി പ്രാർത്ഥന ഇന്നലെ ഷിൻഡു അച്ഛനോട് പറയുകയുണ്ടായി. അച്ഛൻ കാണുമ്പോൾ നീ എത്ര ജപമാല ചൊല്ലി? ഒരെണ്ണം ചൊല്ലി. നീയൊക്കെ വഴുത്തി നടന്നോളാം, ഒരു 4 ജപമാലയെങ്കിലും ചൊല്ലണം അച്ഛനാണെങ്കിൽ എന്ന് പറയുമായിരുന്നു. ശരിക്കും അത് ജീവിതത്തിന്റെ ഒരു പാഠമാണ്. ദൈവത്തെ കണ്ടവന് മാത്രമേ ദൈവമാര് എന്ന് അറിഞ്ഞവന് മാത്രമേ ദൈവസ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞ ഒരു വൈദികന് മാത്രമേ അപ്രകാരം തീക്ഷ്ണതയോടെ നിതാന്തമായി പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തെ കണ്ടവന് പ്രാർത്ഥനയുടെ രുചി അറിയാം. അതറിഞ്ഞവൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിൽ വീഴ്ച വരുത്താറില്ല. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പല വിചാരത്തിൽ മുഴുകുകയും വിരസമാവുകയും പാച്ചയെ നോക്കി അരമണിക്കൂറിനുള്ളിൽ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന ശൈലികൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ഈ ബോബിയച്ചനെ പോലെയുള്ളവര് പ്രാർത്ഥനയുടെ ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ബോബിയച്ചന്റെ ജീവിതം മുഴുവനും ഈ പ്രാർത്ഥനയുടെ നിതാന്തമായ സാക്ഷ്യമാണ്. രോഗാവസ്ഥയില് കഠോരമായ വേദനയ്ക്ക് നടുവില് അച്ഛനെ ഫോൺ വിളിക്കുമ്പോൾ വീഡിയോ കോളിൽ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാണാൻ ഞാൻ ഫോൺ നിർത്താം എന്ന് ഞാൻ പറഞ്ഞാലും അച്ഛൻ തുടർന്നും സംസാരിക്കുമായിരുന്നു. ഇത്രയും വേദനയിൽ ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ സാധിക്കാത്ത വിധം പ്രത്യേകമായൊരു കസേരയിൽ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അച്ഛനോട് തുടർന്ന് സംസാരിക്കുക നമുക്ക് വേദനാജനകമായ അനുഭവമായിരുന്നു. പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവേ, ഈശോ വേദനിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ വേദന എത്രയോ നിസ്സാരമാണ്. ശരിക്കും അദ്ദേഹം പ്രാർത്ഥനയുടെ മനുഷ്യനാണ് എന്ന്, ആധ്യാത്മികതയുടെ ആഴം അറിഞ്ഞ വ്യക്തിയാണ് എന്ന് എനിക്ക് ബോധ്യം വന്ന നിമിഷങ്ങളായിരുന്നു. ജീവിതത്തിൽ ദൈവത്തോടെല്ലാം ആലോചിച്ചും പ്രാർത്ഥിച്ചും അദ്ദേഹം ചെലവഴിച്ചു. അവസാനമായി നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ അത്യാവശ്യം കാണേണ്ടവരെല്ലാം കണ്ട ശേഷം ബോബിയച്ചൻ ദൈവകരുണയുടെ മാതാവിൻ്റെ ആശ്രമത്തിൽ പോയി എല്ലാ ദിവസവും വൈകുന്നവരെ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ. ഞാൻ വേറെ ഒന്നിനും പോയില്ല പിതാവേ, ഞാൻ പ്രാർത്ഥനയിലായിരുന്നു ഈ ദിവസങ്ങളത്രയും. അച്ഛന് ഒരുപക്ഷെ അതേക്കുറിച്ച് അറിയാമായിരുന്നോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ വരുന്നതിന് മുൻപ് PET സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടാണ് പോയത്.
വന്നത് നാട്ടിൽ. അതിൻ്റെ റിസൾട്ട് ഒരു പക്ഷേ അച്ഛൻ അറിയത്തില്ല. പക്ഷേ അച്ഛൻ്റെ രോഗാവസ്ഥ വളരെ കഠിനമാണ് എന്നായിരുന്നു ആ റിസൾട്ട്. പക്ഷേ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും അല്പം പോലും പതറിയില്ല. ഇന്ന് ലാസറിൻ്റെ വെള്ളി ആണ് സിറോ മലബാർ സഭ ഈ ദിവസത്തെ വിളിക്കുക. ലാസറിൻ്റെ വെള്ളിയിൽ അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ ചെയ്യുക എന്നത് കേവലം യാദൃശ്ചികം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അച്ഛൻ സഹനത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് ലാസറിൻ്റെ സഹോദരിയോട് ഈശോ പറഞ്ഞ വാക്യമാണ്. നമ്മൾ ഇന്നലെ അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ നടത്താൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. എങ്കിലും എംബസിയിലെ ഉദ്യോഗസ്ഥൻ ഒരു ദിവസം അവധിയായതുകൊണ്ട് നമുക്കൊരു ദിവസം കൂടി നീട്ടിവെക്കേണ്ടി വന്നത്. അത് യാദൃശ്ചികമല്ല. കാരണം ബോബിയച്ഛൻ്റെ ഒരു ജീവിത ദർശനം ഈ സുവിശേഷ ഭാഗത്തുണ്ട് എന്ന് നമുക്കറിയാം. ബോബിയച്ഛൻ പറഞ്ഞു, ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ തീഷ്ണതയോടെ നിനക്ക് ഞാൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുക. ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി തീഷ്ണതയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുക. നീ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ എന്നെ രോഗം കീഴ്പ്പെടുത്തുകയില്ല. പക്ഷേ ബോബിയച്ഛൻ അതിനുശേഷം വായിച്ച സുവിശേഷൻ ബോബിയച്ഛൻ പറഞ്ഞു ഈ ലാസറിൻ്റെ കഥയാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ മാനുഷികമായ ചിന്ത മാത്രമാണ്. അതിനപ്പുറത്ത് ഈശോയോട് സഹോദരി പറയുന്നുണ്ട്, കർത്താവേ, നീ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. പലപ്പോഴും നമ്മുടെ സഹനങ്ങളിലും സങ്കടങ്ങളിലും മരണത്തിൻ്റെ അവസരങ്ങളിലുമൊക്കെ കർത്താവെ, നീ കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ലാസറിൻ്റെ സഹോദരിയോട് ഈശോ പറഞ്ഞു, അവൻ നിത്യമായും ജീവിക്കും. ബോബിയച്ഛനോട് പറഞ്ഞു, അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് പിതാവേ. നമ്മൾ നിത്യമായി ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതല്ലേ ശരിയായ ജീവിതം എന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് പകർന്ന വലിയ ഒരു കരുത്ത് ഞാൻ വിചാരിക്കുന്നു. എലയാസർ അഹ്റോനിൽ നിന്ന് സ്വീകരിച്ച പുരോഹിത വസ്ത്രം പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകർന്നു കിട്ടേണ്ട അത്ഭുതത്തിൻ്റെ ഒരു കരുത്ത് ഈ പ്രാർത്ഥനയുടെ ബലമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്നറിയാം, എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാം, എന്ത് സംസാരിക്കണമെന്നറിയാം, തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ വാക്കുകൾ അസ്വസ്ഥത ജനിപ്പിക്കുന്നതും പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതുമാകുന്നതിൻ്റെ പിന്നിൽ ബോബിയച്ഛൻ നമുക്ക് പകർന്നു തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. അത് പ്രാർത്ഥനയുടെ കുറവാണ്. പ്രിയപ്പെട്ട ബോബിയച്ഛനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനെ പോലെ തീഷ്ണമായി പ്രാർത്ഥിക്കാം. എത്ര ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാനും അച്ഛന് മനസ്സുണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുക. പണിയപ്പാറ ഇടവകക്കാരിവിടെ ഉണ്ട് എന്നെനിക്കറിയാം. ആ ഇടവകയെ അപ്രകാരം കൂട്ടായ്മയുടെ ഒരു ഇടവകയായി രൂപപ്പെടുത്തിയത്, ശൂന്യതയിൽ നിന്ന് ഒരു ദേവാലയത്തെ അത്ഭുതകരമായ തീർത്ഥാടനാലയമാക്കി മാറ്റിയത് ബോബിയച്ഛൻ്റെ ഈ പ്രാർത്ഥന തീഷ്ണതയായിരുന്നു എന്ന് നാം എത്രയോ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ വിഷയമാണ്. എങ്ങനെയാണ് ഒരു ആലയം തീർത്ഥാലയമായി തീരുന്നത് എന്ന് ബോബിയച്ഛനിൽ നിന്നാണ് മറ്റു വൈദികർ പഠിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാത്തൻപാറ ഇടവകയിൽ വന്നപ്പോൾ ചെരുപ്പ് പോലും ഇടാതെ മലയാറ്റൂർക്ക് മല നടന്നു കയറുക, അത് ബോബിയച്ഛൻ തുടങ്ങി വെച്ച ഒരു ഭക്താഭ്യാസമാണ്. പിന്നീട് പല വൈദികരും ആ ഒരു പ്രാർത്ഥനയുടെ അരൂപി സൂക്ഷിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹം നടന്ന വഴികൾ നമ്മൾ നടക്കാൻ ആഗ്രഹിക്കേണ്ട വഴികളായിരുന്നു എന്ന് ആ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി എനിക്ക് ബോബിയച്ഛനെ കുറിച്ചുള്ള ധ്യാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശാന്തതയും സൗമ്യതയുമാണ്. ആരോടും കലഹിക്കാത്ത മനുഷ്യൻ,
ആരെങ്കിലും അദ്ദേഹത്തോട് വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും അദ്ദേഹം അതിൽ നിന്നെല്ലാം പിന്മാറും. ശാന്തതയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ ബോബി അച്ഛൻ അറിയാമായിരുന്നു. കാരണം ദൈവത്തെ കണ്ടവന് ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് പിടിവാശി കാണിക്കുന്നത്, കലഹിക്കുന്നത്? ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച പല പ്രതിസന്ധികളും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരാളോട് പോലും അദ്ദേഹം എതിർത്ത് സംസാരിക്കുകയോ കലഹിക്കുകയോ ചെയ്തില്ല. അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കിയ ആളെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും രണ്ട് കുറ്റം പറയാം. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. ഒരുത്തൻ ഒരാളോട് പണക്കമുണ്ടെങ്കിൽ അവനെക്കുറിച്ച് രണ്ട് കുറ്റം പറയും. പക്ഷേ ബോബി അച്ഛൻ ഉടനെ തടയും. അതങ്ങനെയല്ല, മിക്കവാറും ഇന്ന കാരണത്താലാകും അവൻ അങ്ങനെ ചെയ്തത്, അങ്ങനെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്ന ഹൃദയ ശാന്തതയുടെ ഉടമയായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏത് മനുഷ്യനും എത്ര ദീർഘനേരം വേണമെങ്കിലും ബോബി അച്ഛൻ്റെ അടുക്കൽ പോയിരുന്ന് സംസാരിക്കാൻ. ശാന്തതയോടെ കേട്ട് എല്ലാവരുടെയും ഹൃദയത്തെ ശാന്തമാക്കാൻ തൻ്റെ ഹൃദയത്തിൻ്റെ ശാന്തത സംസാരത്തിലൂടെ, കേൾവിയിലൂടെ അവരൻ്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് അജപാലനം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. പ്രിയപ്പെട്ട വൈദികരെ, നമ്മൾ പഠിക്കേണ്ട മറ്റൊരു വലിയ പാഠമാണ്. നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ഉരുളയ്ക്കുപേരി പോലെ മറുപടി പറയുകയും ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടാറുണ്ട്, പ്രലോഭിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷേ ബോബി അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ശാന്തതയാണ് അജപാലനം. ശാന്തമായ കേൾവിയാണ് അജപാലനം. കേൾവിയാണ് സൗഖ്യം. ടു ഹിയർ ഈസ് ടു ഹീൽ എന്ന് എവിടെയോ ഞാൻ വായിച്ചിരുന്നു. കേൾക്കുക എന്ന് പറയുന്നത് സുഖപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, പുരോഹിതന്റെ ദൈവീക ശാന്തത അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അവരനെ കേട്ട് സംസാരിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് പകരുന്നതാണ് അജപാലനം. പ്രിയപ്പെട്ട ബോബി അച്ഛൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ ഈ ഒരു അജപാലന ദർശനം എനിക്ക് തോന്നുന്നു നാം ഒരിക്കലും മറക്കാൻ, വിസ്മരിക്കാൻ പാടില്ലാത്ത വ്യക്തിത്വമാണ്. മൂന്നാമതായി ഒരു കാര്യം കൂടി എനിക്ക് ബോബി അച്ഛനെ കുറിച്ച് ധ്യാനിക്കാനുള്ളത്, ബോബി അച്ഛൻ അല്പം പോലും ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യനായി. തനിക്ക് വേണ്ടി എന്തെങ്കിലും നേടണമെന്നോ തൻ്റേതായ എന്തെങ്കിലും കരുതണമെന്നോ ഏതെങ്കിലും സ്ഥാനങ്ങൾ വേണമെന്നോ അച്ഛൻ ഒരിക്കലും ആഗ്രഹിച്ചു. ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്നവരെ അച്ഛൻ ആദ്യം പരിചയപ്പെടും. നമ്മളൊക്കെ അവിടുത്തെ വലിയവരെ പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ ബോബി അച്ഛൻ ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെ ഒപ്പം നടക്കും, അവരുടെ പേര് ചോദിക്കും, അവരോട് വർത്തമാനം പറയും, അവരുടെ കൂടെ ഇരുന്ന് കാപ്പി കുടിക്കും. ബോബി അച്ഛൻ്റെ ഈ ജീവിത ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ അജപാലനം സകലർക്കും ഹൃദയാവർജകമായി തീർന്നത്. നമുക്ക് ബോബി അച്ഛനിൽ നിന്ന് പഠിക്കാനുള്ളത്, നമുക്ക് ഈഗോ ഇല്ല എങ്കിൽ കർത്താവിന് ഒട്ടും ഈഗോ ഇല്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒപ്പം നടന്നതിൽ സന്തോഷിച്ചു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ പ്രിയപ്പെട്ട ബോബി അച്ഛനും അത്തരത്തിലായിരുന്നു. സ്നാപക യോഹന്നാൻ പറഞ്ഞു, അവൻ വളരണം, ഞാൻ കുറയണം. ബോബി അച്ഛന് ഒരു ജീവിത ദർശനം തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അത് ഈ ഒരു വചനമായിരിക്കും. അവൻ വളരണം, ഞാൻ കുറയണം. അത് ഈശോയെക്കുറിച്ച് മാത്രമല്ല, തൻ്റെ സഹപ്രവർത്തകരെ കുറിച്ച്, തന്നോടൊപ്പമുള്ള എല്ലാവരെയും കുറിച്ചും ബോബി അച്ഛൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു വലിയ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള മനസ്സ് ജീവിതത്തിൽ വലിയ പ്രത്യാശ പകർന്നു കൊടുക്കാൻ പര്യാപ്തമാണ്. വിശ്വാസം ഒരുവനിൽ പ്രത്യാശയും, പ്രത്യാശ ഒരുവന് നിത്യജീവനും പ്രദാനം ചെയ്യുന്നു എന്നുള്ള തിരുവചന സത്യം ബോബി അച്ഛൻ്റെ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ബോബി അച്ഛൻ കത്തീഡ്രൽ പള്ളിയിൽ ഞങ്ങളൊരിക്കൽ വിശ്വാസ വർഷ ധ്യാനത്തിന് പോയി. അന്ന് ഞാൻ നിത്യജീവനെ കുറിച്ചാണ് അവിടെ പ്രസംഗിച്ചത്.
പ്രസംഗിക്കുമ്പോൾ ബോബിയച്ചൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നോട് ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പോൾ ബോബിയച്ചൻ പറഞ്ഞു, ഈ ശുദ്ധീകരണ സ്ഥലം ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. മരിച്ചാൽ നേരിട്ട് സ്വർഗത്തിൽ പോകണം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇന്നലെ ജർമ്മനിയിൽ നിന്ന് മാപ്പിള പറമ്പിലച്ഛൻ വിളിച്ചപ്പോൾ അച്ഛൻ ഇതേ കാര്യം എന്നോട് പറയുകയുണ്ടായി. ശുദ്ധീകരണ സ്ഥലമില്ലാതെ നേരെ സ്വർഗത്തിൽ പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ബോബിയച്ചൻ കഠിനമായ വേദനകളിലൂടെ തൻ്റെ ശുദ്ധീകരണ സ്ഥലം ഈ ഭൂമിയിൽ തന്നെ പൂർത്തിയാക്കിയാണ് നിത്യതയിലേക്ക് കടന്നുപോയത്. ഒരു മനുഷ്യൻ എങ്ങനെ സഹിക്കണം, ഒരു വിശ്വാസി എങ്ങനെയാണ് സഹിക്കേണ്ടത്, ഒരു പുരോഹിതൻ സഹനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ സജീവമായ സാക്ഷ്യമായിരുന്നു പ്രിയപ്പെട്ട ബോബിയച്ചൻ്റെ ജീവിതം. ബോബിയച്ചനെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ കൊടുക്കാം. തലശ്ശേരി അതിരൂപത സ്വർഗത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും മൂല്യമുള്ള പൗരോഹിത്യ ജീവിതം എന്ന അഭിമാനബോധത്തോടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ബോബിയച്ചനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ബോബിയച്ചൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അമ്മച്ചി, വേദനയുടെ ഈ നിമിഷങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. കാരണം നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ അത്രമേൽ ആഴമുള്ള ബന്ധങ്ങളുടെ ഇഴയെടുപ്പം സൂക്ഷിക്കുന്നവരാണ് എന്നെനിക്കറിയാം. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്താൻ പോരുന്ന ആഴമുള്ള വിശ്വാസമാണ്. എല്ലാം ദൈവഹിതമെന്ന് തിരിച്ചറിയുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയെ ഞങ്ങൾ ആദരവോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ബോബിയച്ചൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയെങ്കിലും നിങ്ങൾ ഓരോരുത്തരുമായും നിങ്ങളുടെ കുടുംബവുമായുള്ള തലശ്ശേരി അതിരൂപതയുടെ ബന്ധം ഒരിക്കലും മുറിയുന്നില്ല. അത് കൂടുതൽ ശ്രേഷ്ഠവും സ്നേഹപൂർണവുമായും തുടരും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ബോബിയച്ചനെ നിത്യതയിലേക്ക് യാത്രയാക്കുമ്പോൾ ആരെയും ഒന്നിനും ഭാരപ്പെടുത്തരുത് എന്നാണ് ബോബിയച്ചൻ ആഗ്രഹിച്ചിരുന്നത്. ഒന്നും മേലാതെ ഇങ്ങനെ ഒത്തിരി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാതെ കിടക്കരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് ബോബിയച്ചൻ പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ സഹോദരി ബിന്ദു അച്ഛനെ കാണാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അവിടെ എത്തി. അവൾ തിരിച്ചു പോകുമ്പോൾ ആരാണ് അച്ഛൻ്റെ കൂടെ നിൽക്കേണ്ടത് എന്ന് നമ്മുടെ പ്രിയേഷച്ഛൻ വിസയുള്ളതുകൊണ്ട് പോകാൻ റെഡിയായിരുന്നു. ഞങ്ങളും അങ്ങനെ ചിന്തിച്ചിരുന്നതാണ്. എങ്കിലും ബോബിയച്ചൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിത്യതയിലേക്ക് വേഗത്തിൽ കടന്നുപോയി. ബോബിയച്ചൻ നമുക്ക് ഒരത്ഭുതമാണ്. അദ്ദേഹത്തെ അറിഞ്ഞവർക്കെല്ലാം അദ്ദേഹം ഒരു വിസ്മയമാണ്. അദ്ദേഹം വിശ്വാസത്തിൻ്റെ സജീവമായ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ട ബോബിയച്ച, അങ്ങേ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കേറെ ദുഃഖമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബോബിയച്ചനെ അത്രയും വേഗത്തിൽ വിളിച്ചത്. പക്ഷേ ഞങ്ങൾക്കറിയാം, ഞങ്ങളോടൊത്തായിരിക്കുന്നതിനേക്കാളും ബോബിയച്ചനും സന്തോഷിക്കുന്നത് അങ്ങയോടൊത്തായിരിക്കുന്നതിലാണ്. ബോബിയച്ചനെ അങ്ങേക്ക് അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ അങ്ങയുടെ തിരുഹൃദയത്തോട് അവനെ ചേർത്ത് നിർത്തുന്നത് എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഈ സങ്കടത്തെ അതിജീവിക്കാൻ ബലം തരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.